ഐ വോണ്ട് ടു ടോക്ക് ഒരു ബ്യൂട്ടിഫുൾ ഫിലിമാണ്, ഒരു ബയോപിക്കാണ്. അർജുൻ സെൻ എന്ന് പറഞ്ഞ് അഡ്വർടൈസിങ് കമ്പനിയിൽ ജോലി എടുക്കുന്ന ഒരാൾ. അത് ഒരുപാട് സംസാരിക്കും. പെട്ടെന്ന് ആൾക്കാരൊക്കെ ഇങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള പ്രത്യേക കഴിവൊക്കെ ഉള്ള മനുഷ്യനാണ്. പക്ഷെ അതൊരു ക്യാൻസറാണ്. അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു ഇനിയൊരു 100 ഡേയ്സിന് താഴെ മാത്രമാണ് നിങ്ങളുടെ ലൈഫ്. പക്ഷേ ഈ മനുഷ്യൻ തോറ്റെടുക്കുന്നില്ല. ഇദ്ദേഹം ഫൈറ്റ് ചെയ്യാണ്. 20 സർജറിയിലൂടെ ഈ മനുഷ്യൻ കടന്നു പോകുന്നു. എന്നിട്ട് അറ്റാക്കൊക്കെ വരുന്നുണ്ട്. ഇദ്ദേഹത്തിൻ്റെ കൊളോണും സ്റ്റൊമക്കൊക്കെ റിമൂവ് ചെയ്യുന്നുണ്ട്. പക്ഷെ അയാൾ ഇന്നും ജീവിച്ചിരിക്കുന്നു. ഏറ്റവും അവസാനം റിയൽ അർജുൻ സെൻ വന്നിട്ട് നമ്മൾ സംസാരിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, ഡോക്ടേഴ്സ് എന്നോട് പറഞ്ഞത് 100 ഡേയ്സ് താഴെ ജീവിക്കത്തുള്ളൂ. പക്ഷേ എക്സാക്ട്ലി ഇന്ന് ഞാൻ 10,842 ഡേയ്സ് ജീവിച്ചു. ഒരു ആവറേജ് മനുഷ്യൻ 15,000 വേർഡ്സാണ് ഒരു ദിവസം പറയുന്നത്. ഞാൻ അതിനേക്കാളും കൂടുതൽ വാക്കുകൾ സംസാരിച്ചിട്ടുണ്ട്. ആൻഡ് ദർ ഇസ് നത്തിങ് കോൾഡ് ആവറേജ്. ഇത് ഗോസ്പൽ അതാണ് നമ്മോട് പറയുന്നത്. ദർ ഇസ് നത്തിങ് കോൾഡ് ആവറേജ്. ഇന്നലത്തെ ഗോസ്പലിൽ ശിഷ്യന്മാർ കണ്ടത് പരാജയപ്പെടുന്ന ഈശോയാണ്. ഈശോക്ക് അത്ഭുതമൊന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അവിടെ കോൺഫിഡൻസ് ലെവൽ വളരെ താഴെ പോകുന്നുണ്ട്. പക്ഷേ ഇന്നത്തെ ഗോസ്പൽ അവസാനിക്കുമ്പോൾ അവിടെ കോൺഫിഡൻസ് ലെവൽ വളരെ കൂടുകയാണ്. അവസാനിക്കുന്ന ഇങ്ങനെയാണ്: അവർ അനേകം പിശാചുകളെ പുറത്താക്കി, അവർ അനേകം രോഗികളെ സുഖപ്പെടുത്തി, അവർ ഹാപ്പിയായി. ഈശോ അവർക്ക് അധികാരം കൊടുത്തുവിടുകയാണ്. അപ്പോൾ പറയുന്നത് എന്താ? എടാ, നിങ്ങൾ വലിയ സൂപ്പർമാനൊന്നും ആവേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് ദൈവം പ്രൊവൈഡ് ചെയ്യും. അതാണ് അപ്പവും സഞ്ചിയും പണമൊന്നും എടുക്കണ്ടെന്ന് പറയാം. ട്രസ്റ്റ് ഇൻ ഗോഡ്, ട്രസ്റ്റ് ഇൻ ദ പ്രൊവിഡൻസ് ഓഫ് ഗോഡ്. ഗോഡ് വിൽ പ്രൊവൈഡ്. നമ്മൾ ആവറേജാണ്, നമ്മളെ കൊണ്ട് കഴിവില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ തന്നെ നമ്മൾ ലിമിറ്റ് ചെയ്യുമ്പോൾ ആക്ച്വലി നമ്മൾ ദൈവത്തെയാണ് ലിമിറ്റ് ചെയ്യുന്നത്. ഡു നോട്ട് ലിമിറ്റ് ഗോഡ്.